പ്രശസ്ത കാഥികൻ വി സാംബശിവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കഥ നടക്കുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ്. രാജ്യം ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന സമയമായിരുന്നു അത്. സാധന സാമഗ്രികളുടെ വിലയൊക്കെ കുത്തനെ ഉയരുന്നു. വാണം വിട്ടതുപോലെ വില ഉയരുന്ന ഒരു കാലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സാക്ഷാൽ ഗാന്ധിജിയുടെ സന്തത സഹചാരിയാണ് മനൂബൻ. നിങ്ങൾക്കറിയാം, അവർ മാമ്പഴം ഉപയോഗിച്ചൊരു ജ്യൂസ് ഉണ്ടാക്കി ഗാന്ധിജി കുടിക്കാൻ കൊടുത്തു. മാമ്പഴച്ചാറ് കണ്ട ഉടനെ ഗാന്ധിജി ചോദിച്ചു, ഈ മാമ്പഴത്തിന് എത്ര വില കൊടുത്തു എന്ന്. മനു മറുപടി കൊടുത്തില്ല. പക്ഷേ ഗാന്ധിജി ജ്യൂസ് കുടിക്കാൻ തയ്യാറായില്ല. മാമ്പഴത്തിൻ്റെ വില എത്രയാണ് വീണ്ടും ചോദ്യം വന്നു. അറിയില്ല എന്ന് മനു മറുപടി നൽകിയപ്പോൾ ഗാന്ധി തൻ്റെ ഒരു വിഷമം മനുവിനോട് പറഞ്ഞു. നാട്ടിൽ ഇത്രയും വിലക്കയറ്റം ഉള്ളപ്പോൾ ആരെങ്കിലും തന്നതാണെങ്കിൽ പോലും ഈ മാമ്പഴം കഴിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. മാമ്പഴം കഴിക്കാതെയും എനിക്ക് കഴിയാൻ മനു. ആ സമയത്താണ് രണ്ട് കുട്ടികളുമായി ഒരു സ്ത്രീ ഗാന്ധിജിയെ കാണാൻ വന്നത്. ഗാന്ധിജിക്ക് സമാധാനമായി ആ ജ്യൂസ് എടുത്ത് 2 ഗ്ലാസുകൾ പകർന്ന് കുട്ടികൾക്ക് കൊടുത്തു ഗാന്ധിജി. നാട്ടിൽ ഇല്ലായ്മകളുള്ള സമയത്ത് ഒരു മാമ്പഴം പോലും കഴിക്കാൻ ഗാന്ധിജി മടിച്ചു. നാട്ടുകാർ പട്ടിണി കിടക്കുമ്പോൾ താൻ സൗഭാഗ്യം അനുഭവിക്കുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന ചിന്തയിലായിരുന്നു ഗാന്ധിജി. യഥാർത്ഥ നേതാക്കൾ അങ്ങനെയായിരിക്കും. ആത്മാർത്ഥതയുള്ളവർ, ആത്മാർത്ഥതയുടെ ചോര കിനിയുന്നവർ അങ്ങനെ തന്നെ പെരുമാറൂ. എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത നേതാക്കന്മാരെന്താ ചെയ്യുക? അവരുടെ ആഡംബരങ്ങളും അവരുടെ സുഖസൗകര്യവും മാത്രം നോക്കും. ജനം പട്ടിണി കിടന്നാലെന്ത്, ജനം ഇല്ലാതായാലെന്ത്, അവർ നോക്കില്ല. അപ്പോൾ ഗാന്ധിജിയിൽ നിന്ന് പുതിയ നേതാക്കന്മാർ, ഗാന്ധിജി മരിച്ചിട്ട് എത്രയോ കാലമായി, പക്ഷേ ഗാന്ധിയൻ ചിന്തകളും ഗാന്ധിയുടെ സ്വഭാവ രീതികളുമൊക്കെ തന്നെ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. ഈ രീതികൾ അവലംബിക്കാൻ നമ്മുടെ പൊതുപ്രവർത്തകർക്കും നേതാക്കന്മാർക്കും കഴിയട്ടെ എന്നൊരു നല്ല ചിന്തയോടെ ഇന്നത്തെ സുഭാഷിതം അവസാനിക്കുന്നു.